രാവണൻ. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്തൊരാശ്വാസം. ഇതൊക്കെ ചുറ്റിക്കെട്ടി പോവാന്ന് പറഞ്ഞാൽ തന്നെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം എൻ്റെ കണ്ണ. മുകളിലേക്ക് നോക്കി ഭഗവാനോട് അത്രയും പറഞ്ഞ് മുടിയെല്ലാം അമ്മക്കെട്ട് കെട്ടിവെച്ചു. ദേവനേരെ ബാത്റൂമിലേക്ക് ഒരു വാതിൽ ചേർത്തടച്ച് മുന്നിലേക്ക് നോക്കിയതും പുറകിൽ ഡോറടയുന്ന ശബ്ദം കേട്ട് മഹേന്ദ്രൻ ദേവയെ തിരിഞ്ഞു നോക്കിയത് ഒരേ സമയമായിരുന്നു. ഞെട്ടിക്കൊണ്ട് പിന്തിരിഞ്ഞു നോക്കിയ മഹേന്ദ്രൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന ദേവയെ കണ്ട് പകച്ചുപോയി. വെളുത്തു തുടുത്ത ശരീരവും ബ്ലൗസിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞു മാറിടവും സ്വർണ്ണരോമരാജികൾ ഒരു നിര പോലെ പടർന്നു നിൽക്കുന്ന ഒതുങ്ങിയ അണിവയറും ആ അണിവയറിൽ ഒരു നാഗത്തെ പോലെ പിണഞ്ഞു കിടക്കുന്ന അരഞ്ഞാണവും എല്ലാം കൂടി മഹേന്ദ്രനെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. അവൻ ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. ദേവയുടെ അവസ്ഥയും മറിച്ചലായിരുന്നു. കാരണം അവൾ ഒരിക്കലും മഹേന്ദ്രൻ അവിടെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ആ സമയം പെട്ടെന്നാണ് മഹേന്ദ്രന്റെ പോക്കറ്റിൽ നിന്ന് അവൻ്റെ മൊബൈൽ റിങ് ചെയ്ത്. അപ്രതീക്ഷിതമായിട്ടുള്ള മൊബൈലിന്റെ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് ഇന്ദ്രൻ പുറകോട്ടേക്ക് തെന്നിമാറിയതും അവന്റെ പുറകുവശം തട്ടി ഷവർ പാനൽസിൽ നിന്ന് വെള്ളം ഇരുവരെയും നനച്ചു കളഞ്ഞു. സത്യത്തിൽ അപ്പോഴാണ് മഹേന്ദ്രൻ മെയിൻ വാൾവ് അടക്കാതെയാണ് ദേവയുടെ ബാത്റൂമിലേക്ക് വന്ന കാര്യം എന്ന് പോലും അവൻ ഓർത്തത്. നനഞ്ഞു കുളിച്ച് വസ്ത്രങ്ങളെല്ലാം തന്റെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന കണ്ടതും ദേവക്ക് മഹേന്ദ്രന്റെ മുമ്പിൽ നിൽക്കാൻ മടി തോന്നി. അവനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ നോക്കാനോ കൂടി സാധിക്കാതെ ദേവയാകെ വല്ലാത്തൊരവസ്ഥയിലായി. സ്വഭാവത്തിലേക്ക് വന്ന പോലെ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വാതിൽ തുറക്കാൻ ഒരുങ്ങിയെങ്കിലും ധൃതിയുള്ള അവളുടെ പെരുമാറ്റത്തെ തുടർന്ന് കാലിതന്നി ദേവ മലന്നടിച്ച് നിലത്തി വീഴാൻ ഒരുങ്ങിയതും മഹേന്ദ്രൻ അവളുടെ നഗ്നമായ അണിവയറിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. അപ്പോഴും ഷവറിൽ നിന്നും വെള്ളം നിർത്താതെ മഹേന്ദ്രന്റെ ശരീരത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ദേവ ഈ സമയം മഹേന്ദ്രനെ തന്നെ നോക്കി നിന്നുപോയി. ഷവറിൽ നിന്നും തെറിക്കുന്ന വെള്ളം കാരണം മഹേന്ദ്രന്റെ മുഖം കാണാൻ ദേവക്ക് സാധിക്കുന്നില്ലായിരുന്നു. എന്തോ ഒരു ഉൾപ്രേരണയിൽ അത് മനസ്സിലാക്കി എന്ന പോലെ മഹേന്ദ്രൻ പൂർണ്ണമായി ഷവറിലെ വെള്ളം തന്റെ ദേഹത്ത് തട്ടുന്ന രീതിയിൽ നിന്ന് ദേവയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ദേവയുടെ കണ്ണുകളും ഇളം റോസി ചുണ്ടുകളും നീണ്ട നാസികയും ആദ്യമായി കാണുന്ന പോലെ മഹേന്ദ്രൻ നോക്കി നിന്നു. അവന്റെ മനസ്സിൽ ദേവയുടെ രൂപത്തിന് മാറ്റം വരുന്ന പോലെ തോന്നി. താൻ സീമന്തരേഖയിൽ ചാർത്തിയ സിന്ദൂരം ഷവറിൽ നിന്നൊഴുകി വന്ന വെള്ളത്തിൽ ചെറുതായി പടർന്നു കിടക്കുന്ന അവളെ ഒന്നുകൂടി മനോഹരിയാക്കിയതുപോലെ തോന്നി മഹേന്ദ്രന്. കഴുത്തിൽ നിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളത്തുള്ളികൾ മാറിലെ മാറിൻ ചുഴിയിൽ പോയി ഒളിക്കുന്നത് മഹേന്ദ്രൻ ഒരു അത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ അവൻ ചാർത്തിയ താലി കണ്ണിൽപ്പെട്ടത്. താൻ കെട്ടിയ മഞ്ഞച്ചരടിൽ കോർത്ത താലി ദേവയുടെ കഴുത്തിൽ കണ്ടതും അത്രയും നേരം ദേവയെ നോക്കിയെന്നവന്റെ മനസ്സിലേക്ക് മറ്റൊരു പെൺകുട്ടിയുടെ രൂപം കടന്നു വന്നതും മഹേന്ദ്രൻ ഞെട്ടിക്കൊണ്ട് ദേവയെ പിടിച്ചു മാറ്റി നിർത്തി ആ മുറിയിൽ നിന്നും നനഞ്ഞ വസ്ത്രത്തോടെ തന്നെ ഇറങ്ങി അവന്റെ മുറിയിലേക്ക് ധൃതിയിൽ നടന്നു കയറി വാതിൽ വലിച്ചടച്ചു. അപ്പോഴും ദേവ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോഴും തന്നെ അണിവയറിൽ മഹേന്ദ്രന്റെ ഉള്ളംകൈയുടെ ചൂട് തങ്ങി നിൽക്കുന്ന പോലെ ദേവക്ക് തോന്നുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയതും മഹേന്ദ്രന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവന്റെ മനസ്സിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ അടുക്കിലേക്ക് ഓടി വരുന്ന അവന്റെ മീരയുടെ മുഖം ഓർമ്മ വന്നു. അവന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. നനഞ്ഞ വസ്ത്രത്തോടെ തന്നെ ഇന്ദ്രൻ ചുമരിലൂടെ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്തിനാടി പെണ്ണേ നീ എന്നെ വിട്ടുപോയത്? അതേസമയം തന്നെ ദേവയാകെ വല്ലാത്തൊരവസ്ഥയിലായി. ഒരു നിമിഷം അവൾ ആ നനഞ്ഞ വസ്ത്രത്തോടു കൂടി തന്നെ നിലക്കണ്ണാടിയുടെ മുമ്പിലായി വന്നു നിന്നു. മുന്നിലെ തന്റെ പ്രതിബിംബം കാണും തോറും ആ പ്രതിബിംബത്തിൽ കാണുന്ന പെൺകുട്ടി മറ്റാരോ ആണെന്ന് പോലും ദേവക്ക് തോന്നി. അവളുടെ വെളുത്ത കഴുത്തിൽ കാണുന്ന ആ മഞ്ഞച്ചരടിൽ കോർത്ത സ്വർണ്ണത്താലി അവൾ പതിയെ തന്റെ കൈകളാലൊന്ന് എടുത്തുയർത്തി. ആ താലി കാണും തോറും മഹേന്ദ്രന്റെ മുഖം അവളുടെ മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൾ പോലും അറിയാതെ ദേവയുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. മഹേന്ദ്രൻ ഓർക്കും തോറും ആ കണ്ണുനീർ അവൾക്ക് പിടിച്ചെടുത്താൻ സാധിച്ചില്ല. എന്തിനാണിപ്പോൾ താൻ കരയുന്നതെന്ന് പോലും അവൾക്ക് അറിയുന്നില്ലായിരുന്നു. പേരറിയാത്തൊരു നോവ് അപ്പോഴേക്കും ദേവയെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. കഴുത്തിൽ കിടക്കുന്ന തന്റെ താലിക്ക് വല്ലാത്തൊരു ശക്തിയുള്ളതുപോലെ ദേവക്ക് തോന്നി. കഴുത്തിൽ കിടക്കുന്ന താലി എടുത്തുയർത്തിക്കൊണ്ട് ദേവ കണ്ണാടി നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു, ഇത് വെറും ഒരു മാലയല്ല, പക്ഷേ ഇത് അഴിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കും തോറും തൻ്റെ ചങ്ക് പിടയുന്ന എന്തുകൊണ്ടാണ്? തനിക്ക് ഹൃദയം മുറിഞ്ഞ് ചോര കിനിയുന്ന പോലെ വേദന വരുന്നത്. അതിന് മാത്രം ഈ താലി എന്നെ സ്വാധീനിച്ചു. ഇപ്പൊ തന്നെ മനസ്സിൽ ജിത്തു ഇല്ല. അവനോട് ഭയം തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് തന്നെ കണ്ണടച്ചു നിന്നും ദേവയുടെ മനസ്സിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ടുള്ള മഹേന്ദ്രന്റെ മുഖം മിഴിവോടെ തെളിഞ്ഞു വന്നു. ഒരു ഞെട്ടിലോടെ കണ്ണുകൾ തുറന്ന ദേവ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി. ഇല്ല, ഒരിക്കലുമില്ല. തനിക്കൊരു രക്ഷാകവചമായ ജിതേന്ദ്രൻ എന്ന രാക്ഷസിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വെറുമൊരു വഴി മാത്രമാണ് ഈ വിവാഹം. അങ്ങനെ പാടുള്ളൂ ദേവ. മറ്റൊരു തരത്തിൽ നീ ഒന്നും ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ട.
ഇതെല്ലാം പറയുമ്പോഴും തൻ്റെ സീമന്തത്തിൽ ചാർത്തിയ സിന്ദൂരത്തിലേക്കും കഴുത്തിലെ മഞ്ഞച്ചരടിൽ ചാർത്തിയ താലിയിലേക്കും നോക്കി ദേവ കണ്ണീർ പൊഴിച്ചുകൊണ്ടേയിരുന്നു. നാഗരൂർ കോവിലകം. തമ്പുരാനെ, എന്തായി വൈദ്യരെ? എത്ര വർഷങ്ങളായി ഈ കുട്ടി കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്? ഇനിയെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നാഗരൂർ കോവിലകത്തെ തമ്പുരാൻ മഹാദേവർമ്മ തന്റെ വിശ്വസ്തനും കൊട്ടാര വൈദ്യനുമായ ഗോപാലൻ വൈദ്യരോടായി ചോദിച്ചു. പറയുന്നുണ്ടൊന്നും തോന്നരുത്. നമ്മൾ അവസാനത്തെ ശ്രമം തവണ തുടങ്ങിയതായി ആയുർവേദ ചികിത്സ. ഇതിനു മുന്നേ അലോപ്പതിയും നോക്കിയതല്ലേ. ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഗുരുവും ആയുർവേദത്തിൽ അഗ്രഗണ്യനായ സ്വാമിജി ദേവാനന്ദ സ്വാമികളുടെ കീഴിൽ ഈ ചികിത്സ ഇപ്പോൾ നടത്തുന്നത് തന്നെ. 3 മാസം ആവുന്നേ ഉള്ളൂ തമ്പുരാനെ കൊച്ചു തമ്പുരാട്ടിക്ക് ചികിത്സ തുടങ്ങിയിട്ട്. പെട്ടെന്നൊന്നൊരു മാറ്റം കാണുകയെന്ന് അസംഭവ്യമാണെന്ന് സ്വാമിജി തന്നെ അങ്ങയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. 1-2 വർഷമല്ല, 20 വർഷമായിട്ട് കൊച്ചു തമ്പുരാട്ടി കോമയില്ല. ഒരു നിമിഷം വൈദ്യര് സ്വാമിജി പറഞ്ഞ് ഓർത്തെടുത്തു. എടോ ഗോപാല, കൊച്ചു തമ്പുരാട്ടിയുടെ ശരീരത്തിൽ എന്തോ ഒരു തരം വിഷം കലർന്നിട്ടുണ്ട്. അതുകൊണ്ടാ അവരിത്രയും കാലം കോമയിൽ നിന്നുണരാത്തത്. വൈദ്യരെ, താനെന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? തമ്പുരാൻ വൈദ്യരോട് ചോദിച്ചു. അത് പിന്നെ തമ്പുരാനെ, അവിടുന്ന് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഒന്നുമില്ലേലും നമ്മുടെ മഹേശ്വരി തമ്പുരാട്ടി ആരോടൊരു ഉപദ്രവം മനസ്സുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തമ്പുരാട്ടി ജീവിതത്തിലേക്ക് തിരിച്ചുവരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിക്കോളൂ. തമ്പുരാൻ കുറച്ച് പണമെടുത്ത് വൈദ്യർക്ക് നൽകിക്കൊണ്ട് അയാളോട് പറഞ്ഞു. എന്നാലും എൻ്റെ ദേവി, ഈ വീട്ടിലാകെയുള്ളൊരു പെൺതരിയ, അവൾക്ക് ഈ അവസ്ഥ വന്നല്ലോ. കണ്ണുകൾ നിറച്ചുകൊണ്ട് മഹേശ്വരിയെ നോക്കി തമ്പുരാൻ വർമ്മ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 2 ദിവസത്തേക്ക് ദേവ മഹേന്ദ്രന്റെ കണ്ണിൽപ്പെടാൻ നടക്കാൻ നന്നേ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടോ അന്നത്തെ ആ സമ്പത്തിന് ശേഷം അവനെ നോക്കാൻ ദേവക്കൽപ്പം മടിയുണ്ടായിരുന്നു. രാവിലെ മഹേന്ദ്രൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഹരിശങ്കർ അവനെ പുറകിൽ നിന്ന് വിളിച്ച്. മോനെ, എന്തായി നമ്മുടെ പുതിയ ബിസിനസ് ഡീല്? നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ നീ കണ്ടുപിടിച്ച പുതിയ ബിസിനസ് ഗ്രൂപ്പ് ഏതാ? അമ്മാവൻ കേട്ട് കാണും. നാഗരൂർ ഗ്രൂപ്പ്. നമ്മുടെ പോലെ തന്നെ പേരിട്ട ഒരു ബിസിനസ് സ്ഥാപന നാഗരൂർ ഗ്രൂപ്പിൻ്റേത്. ഇപ്പോൾ അത് നോക്കി നടത്തുന്നത് മിസ്റ്റർ കേശവദേവ് വർമ്മയും അദ്ദേഹത്തിൻ്റെ മകൻ ആര്യനുമാണ്. ഓ, നാഗരൂർ ഗ്രൂപ്പ്. അത് പഴയ നാഗരൂർ കോവിലകാണെന്ന് എനിക്ക് തോന്നുന്നത്. കേട്ടിട്ടുണ്ട് ഞാൻ അവരെക്കുറിച്ച്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും പറയുക, വേണ്ട വിധം അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടുള്ളൂ. ഇത് നമ്മുടെ പുതിയ സംരംഭമായതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത്രയും പറഞ്ഞിരുന്നത്. ഹരിശങ്കർ മഹേന്ദ്രന്റെ മുഖത്ത് ഇങ്ങോട്ട് പറഞ്ഞു. അതിന് മഹേന്ദ്രൻ അദ്ദേഹത്തെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുഴപ്പമില്ല മാവ, ഞാൻ ശരിക്കും അവരെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ വല്ല ഉഡായിപ്പാണെങ്കിൽ അതപ്പം നോക്കാം. ഒരു വന്യമായ പുഞ്ചിരി അവന്റെ ചുടിയിൽ ഒളിഞ്ഞിരിക്കുന്ന പോലെ ഹരിശങ്കറിന് ആ സമയം തോന്നി. ഹരിശങ്കറിനോട് യാത്ര പറഞ്ഞ് മഹേന്ദ്രൻ തന്റെ കയ്യിലുള്ള വാച്ച് ഒന്നുകൂടി ശരിയാക്കി പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്നായിരുന്നു അവൻ ആരെ വെച്ച് നിടിച്ചത്. നിലതെറ്റി ദേവ താഴേക്ക് വീഴാൻ പോയതും മഹേന്ദ്രൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്നുള്ള അവന്റെ വരവായതുകൊണ്ട് തന്നെ ദേവ ശരിക്കും മഹേന്ദ്രനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടിമുട്ടിയപ്പോൾ അവൾ നന്നേ ഭയന്നുപോയി. അവളുടെ കൈകൾ അറിയാതെ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. കണ്ണുകളടച്ച് ഭയത്തോടെ തന്നെ നെഞ്ചിലേക്ക് ചാരി നിൽക്കുന്ന ദേവയെ മഹേന്ദ്രനെ നോക്കിപ്പോയി. ഈ സമയം തന്നെയാണ് ദേവയും കണ്ണു തുറന്ന് മഹേന്ദ്രനെ നോക്കിയത്. 2 പേരുടെയും കണ്ണുകളൊന്നിടഞ്ഞു. സ്വഭാവത്തിലേക്ക് വന്ന പോലെ ദേവ വേഗം ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് മഹേന്ദ്രനിൽ നിന്നും മാറി നിന്ന് തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. അവൾക്ക് മറുപടി എന്നോടൊന്ന് മൂളി മഹേന്ദ്രൻ ധൃതിയിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മഹേന്ദ്രൻ കാറിൽ കയറിപ്പോകുന്ന ഒരു നേരത്തെ പുഞ്ചിരിയോടെ ദേവ നോക്കി നിന്നു. കയ്യിലുണ്ടായിരുന്ന മദ്യം ഒറ്റവലിക്ക് വായിലായിക്കൊണ്ട് രമേശൻ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ജിതേന്ദ്രനെ നോക്കി. അവന്റെ കൂട്ടുകാരെന്ന് തോന്നിപ്പിക്കുന്ന ലോക്കൽ ഗുണ്ടകളടക്കം എല്ലാവരും ഒരു ഇരുവീണ ഗോഡന് ചുറ്റുമിരുന്ന് മദ്യം സേവിക്കുകയാണ്. പറയുന്നുണ്ട് എടാ ജിത്തു, പറയുന്നുണ്ടെന്ന് തോന്നരുത്. നീ ഇങ്ങനെ നിന്റെ അപ്പച്ചിയുടെ വാക്ക് കിട്ടി കിടക്കാതെ ആ പെണ്ണിനെ പോയി പൊക്കാൻ നോക്കടാ. ഇതിപ്പോൾ എത്ര പ്രാവശ്യമായി പരൽ മീനിനെ പോലെ അവൾ നിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. ഇങ്ങനെ പോയ അടുത്ത കാലത്തൊന്നും നിനക്ക് അവളെ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലേടാ രാഘവ. കയ്യിലുണ്ടായിരുന്ന മദ്യം തന്നെ വായിലേക്ക് ഒഴിച്ചുകൊണ്ട് രമേശൻ മറ്റുള്ള കൂട്ടുകാരനൊക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് അവിടെ ആകെ നിശബ്ദത നെളിച്ചു. ഞെട്ടിക്കൊണ്ട് രാഘവനടക്കം എല്ലാവരും മുമ്പോട്ടേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ചത്തു മലച്ചു കിടക്കുന്ന രമേശനെയാണ്. ഭയത്തോടെ മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു കയ്യിൽ തോക്കും പിടിച്ച് രമേശനെ തന്നെ നോക്കിയിരിക്കുന്ന ജിതേന്ദ്രനെ. അവന്റെ കയ്യിലെ തോക്ക് കണ്ട് അവിടെ ഇരുന്ന ഗുണ്ടകളുടെ തലക്ക് പിടിച്ചിരുന്ന മദ്യമെല്ലാം ഇറങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെ മുഖത്തും ഭയത്താൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. കാലുകൊണ്ട് ജിതേന്ദ്രൻ രമേശന്റെ മുഖത്ത് പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ചിരിക്കടാ, ചിരിക്ക്.
എന്താടാ ചിരിക്കാത്ത്? ചിരിക്ക്. ഒരു ഭ്രാന്തനെ പോലെ അലറിച്ചിരിക്കുന്ന ജിതേന്ദ്രനെ കണ്ട് അവന്റെ കൂട്ടുകാരെല്ലാം ഭയന്നുകൊണ്ട് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്നു. അവൻ പതിയെ തല ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന തന്റെ കൂട്ടുകാരൻ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ചിരിക്കണോ? അവന്റെ ഭ്രാന്തമായ ചേഷ്ടയോടുകൂടിയുള്ള ചോദ്യം കേട്ടതും രാഘവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട. ഈ ജിതേന്ദ്രനെ പഠിപ്പിക്കാൻ മാത്രം നല്ല തന്തൊക്കെ പറഞ്ഞവന്മാരാരും ഇവിടെയില്ല. ഞാനൊരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെൻ്റെ കിടക്കയിൽ എത്തിക്കാനുള്ള വഴി എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. നീ കേട്ടിട്ടില്ലേ രാഘവ? രാഘവന്റെ തോളിലൂടെ കൈകൾ ചേർത്തുകൊണ്ട് ജിതേന്ദ്രൻ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് രാഘവനോട് പറഞ്ഞു, അതായത് ഞാനിപ്പോൾ ഒന്നും മിണ്ടാൻ നിൽക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? പൂർവാധികം ശക്തിയോടെ ആ മഹേന്ദ്രനെ കുഴിയിലേക്ക് എടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയാ. ഈ സമയമെല്ലാം രാഘവൻ വിറച്ചുകൊണ്ട് തന്റെ ഇടതുവശത്തേക്ക് നോക്കി. കാരണം അപ്പോഴും ജിതേന്ദ്രന്റെ കയ്യിലുള്ള തോക്ക് അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. തന്നോടിപ്പോൾ സംസാരിക്കുന്നവനൊരു മുഴുഭ്രാന്തനാണെന്ന് രാഘവന് ശരിക്കും അറിയാം. എവിടെ എപ്പോൾ എന്താണ് ചിന്തിക്കുക പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ചത്തു മത്സരിക്കുന്ന രമേശിനെ കാണുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നി രാഘവന് രമേശിനോട്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാ, കാത്തിരിക്കുകയാണ് രാഘവ. നല്ലൊരു അവസരത്തിന് വേണ്ടി രാവണനായ ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കി ശ്രീരാമനെ കൊന്നങ്ങ് പരലോകത്തേക്ക് അയക്കും. അത്ര തന്നെ. എല്ലാവരെയും നോക്കി വളരെ സിമ്പിളായി പറഞ്ഞ് തന്റെ സൺഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ജിതേന്ദ്രനെ എല്ലാവരും ഭയത്തോടെ തന്നെ നോക്കി നിന്നു. ജിത്തു പോയി എന്ന് കണ്ടു പുറകിൽ നിന്ന് അവന്റെ ഒരു ശിങ്കിടി മുമ്പോട്ടേക്ക് വന്ന് രാഘവനോട് ചോദിച്ചു, അല്ലണ്ണ, ഒരു സംശയം. നമ്മുടെ ഈ രാമായണത്തിൽ രാമനല്ലേ രാവണനെ കൊല്ലുന്നു? അപ്പൊ പിന്നെ ഈ ജിത്തു സാറ് പറഞ്ഞെങ്ങനെയാ ശരിയാവുക? അവന്റെ ചോദ്യം കണ്ട് കണ്ണു വീഴ്ചയോടെ രാഘവൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീതി ഇപ്പൊ എന്നോട് ചോദിച്ചിരിക്കട്ടെ, ആ ഭ്രാന്തനോട് പോയി ചോദിക്കാൻ നിൽക്കണ്ട. ഇതോ കിടക്കുന്നില്ലേ രമേശൻ, അവന്റെ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും. അത്രയും പറഞ്ഞ് അയാൾ നടന്നു നീങ്ങി. കോളേജിൽ വന്നിട്ട് എന്താണെന്നറിയില്ല, ദേവ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കാരണം അവൾ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ദാനി അവളെ തന്നെ നോക്കി നിൽക്കുന്നു. എന്തുകൊണ്ടോ അവന്റെ അരോചകമായ നോട്ടം അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത അവളെ പൊതിയുന്നുണ്ട്. പക്ഷെ ഇക്കാര്യമൊന്നും കൃതികയോട് ഋതികിനോട് ദേവ പറഞ്ഞില്ല. കാരണം അവർ താൻ കാരണം വല്ല അപകടത്തിൽ ചെന്ന് പെടുമോ എന്നൊരു ഭയം ദേവക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൃതികയുടെ കാര്യത്തിൽ മുൻപിൻ ചിന്തിക്കാതെയാണ് അവൾ ഓരോന്ന് പ്രവർത്തിക്കുന്നത് പോലും. പതിവ് പോലെ തന്നെ 3 പേരും വാഗമരത്തിന്റെ ചുവട്ടിൽ അർജുന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ കൃതിക ദേവ യാത്രയാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയുള്ളൂ. അതിന് കാരണം മറ്റൊന്നാണ്, അർജുനെ കാണണം. അത് തന്നെ. ഈ സമയമാണ് ഡാനി അവിടെ അരികിലേക്ക് നടന്നു വരുന്നത്. അവനെ കണ്ടതും ദേവ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ വേഗം അർജുൻ വരുന്നുണ്ടോ എന്ന് നോക്കും തിരക്കിലായിരുന്നു. സത്യത്തിൽ ഡാനിക്ക് ദേവയുടെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. കാരണം മറ്റൊന്നുകൊണ്ടല്ല, തന്നെ പോലൊരു സുമുഖനായ ചെറുപ്പക്കാരന് വേണ്ടി കോളേജിലെ പെൺകുട്ടികൾ ക്യൂ നിൽക്കുമ്പോഴാണ് ദേവയുടെ ഇങ്ങനൊരു പ്രവൃത്തി. അതവനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. ദേഷ്യം വന്ന ഡാനി ദേവയുടെ കയ്യിൽ പിടിച്ച് തിരിച്ച് അവളെ തന്റെ നേർക്ക് നിർത്തി. ഏയ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അവിടെ കയ്യിൽ നിന്ന് വിട്. ഡാനിയുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ വന്ന കൃതിക അവനെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു, മര്യാദക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ നിനക്ക് ശരിക്കും ഡാനി അറിയില്ല. വിനോദോ, ഇവൾ. ദേവയുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് എത്തിക്കൊണ്ട് ഡാനി പറഞ്ഞു, ഇവൾ എൻ്റെ പെണ്ണാ. ഇവളോട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ സംസാരിക്കും. അതിനെ ഞാൻ എതിർക്കാൻ നിന്നാലുണ്ടല്ലോ. മുറുകിയ മുഖത്തോട് അത്രയും പറഞ്ഞു ദേവയെ നോക്കിക്കൊണ്ട് ഡാനി പറഞ്ഞു, നോക്ക് ദേവ, ഞാൻ ഒരുപാട് പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാ നിന്നെപ്പോലൊരു പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഡാനി ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. നീ ഇനി ഏത് വലിയ വീട്ടിലെ പെണ്ണായാലും നീ ഞാൻ എൻ്റെ ഭാര്യയാക്കിയിരിക്കും. ദേവ, നീ ഡാനിയുടെ സ്വന്തമായിരിക്കും, സ്വന്തമാക്കിയിരിക്കും. ദേവയുടെ കൈയും പിടിച്ച് ഒരു ഉന്മാദിയെ പോലെ പറയുന്ന ഡാനിയെ ഭയത്തോടെ നോക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് കുതിരമാറാൻ ശ്രമിച്ചുകൊണ്ടേരും ദേവ. വിട്ടാലിനെ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയാണ് ആവശ്യം പറയുന്നത്? കോളേജിലുള്ള എല്ലാ കുട്ടികളും തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നതെന്ന് കണ്ടതും ദേവ അല്ലാതെയായി. താനൊരു പരിഹാസ കഥാപാത്രമാകുന്ന പോലെ അവൾക്ക് തോന്നി. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ഡാനിയെ പിടിച്ച് തള്ളിക്കൊണ്ട് ദേവ കോളേജ് ഗേറ്റിന്റെ വശത്തേക്ക് ഓടിയെടുത്തു. പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് ബ്രേക്ക് ഇട്ട് നിർത്തിയത്. ഭയന്നു പോയ ദേവ കരഞ്ഞുകൊണ്ട് പുറകോട്ടേക്ക് മാറിയതും കാറിലിരിക്കുന്ന മഹേന്ദ്രനെ കണ്ട് അത്രയും നേരം ഭയത്താൽ ക്രമാതീതമായി മിടിച്ചിരുന്ന അവളുടെ ഹൃദയം ശാന്തമാവുന്നു ഒരത്ഭുതത്തോടെ ദേവ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.